ഹലോ, ബിൽഡിയർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ RRB ALP എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാത്സിലെ ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് റീസണിങ് ആണ് നോക്കുന്നത്. അപ്പം ഇന്നലെ ജസ്റ്റ് എനിക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇന്നലെ ആ ഒരു മാത്സ് മാത്രമായിട്ട് പോയത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ 2 hours ഒക്കെ വരും. എല്ലാ ഷിഫ്റ്റിന്റെയും കൂടെ ഒരുമിച്ച് നമ്മൾ മാത്സ് റീസണിങ് എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, സോ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഓരോ ഷിഫ്റ്റ് വൈസ് ആയിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിലും കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇനി എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് RRB ഇന്നലെ ഞാൻ മാത്സ് എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഞാൻ എന്താണ് അതിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് എന്തിനാണ് റിപ്പീറ്റ് ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർ മാത്സ് കാണില്ല, റീസണിങ് മാത്രം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കായിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയണത്. കാര്യം വേറെ ഒന്നുമല്ല, പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു എക്സാം, അതായത് ഇറലവന്റ് ഓഫ് വാട്ട് ഇറ്റ് ഈസ്, ഓക്കെ, എന്താണ് എക്സാം അല്ലെങ്കിൽ എന്താണ് ആ പോസ്റ്റ് എന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. RRBയിൽ ഇപ്പൊ ഫോളോ ചെയ്ത് വരുന്ന പാറ്റേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻ വർഷങ്ങളിൽ RRB എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ഇത്തവണയും ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്തിട്ടുള്ള ഒരാൾക്ക് വൃത്തിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ കഴിഞ്ഞ എക്സാം എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇനി വരുന്ന എക്സാംസും എന്ത് തന്നെയായിരിക്കും, ഇങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത്. അതായത് പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് ചെയ്യാനായിട്ട് പറ്റും എന്നതാണ് എനിക്ക് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നുള്ള കാര്യം, ഒരു ഷിഫ്റ്റിൽ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അതായത് നമുക്കിപ്പം ഒരു ദിവസം ചോദിക്കുന്ന ഒരു ദിവസത്തിലുള്ള 3 ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്താ പറയുക, റൊട്ടേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് സെക്കൻഡിൽ ഉണ്ടാവും, സെക്കൻഡിലും ഫസ്റ്റിലും ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് എന്തുണ്ടാവും, തേർഡിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരിക. ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് ഏതിലായിരിക്കും, GK യിലാണ് ഈ ക്വസ്റ്റ്യൻ ഇത് ഇങ്ങനെ വരുന്നത്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒരു ഷിഫ്റ്റിൽ 3 ഷിഫ്റ്റിലും ചോദിക്കുന്നത് GK യിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഷിഫ്റ്റിൽ നടന്ന റീസണിങ് ക്വസ്റ്റ്യൻസ് 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 25 ഇല്ല, 23 ഉള്ളൂ. അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വന്ന് നോക്കിയേ, ABCD and F are seated around a circular table facing the center. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു സർക്കിൾ വരയ്ക്കണം അല്ലെ. ഒരു സർക്കിൾ വരച്ചു. എത്ര പേരുണ്ട് എന്ന് നോക്കുക, 1 2 3 4 5 6, 6 പേരാണുള്ളത്. 6 നമ്മൾ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, B sits second to the right of D. ഓക്കെ, അപ്പോ D ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഡിയുടെ റൈറ്റ് ഇങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. സോ ഡിയുടെ റൈറ്റ് ഇവിടെ ആയിരിക്കും. റൈറ്റിൽ നിന്നും സെക്കൻഡ് ആയിട്ടാണ് ആരിയിരിക്കുന്നത്, B ഇരിക്കുന്നത്. സോ ബിയുടെ പ്ലേസ് ഇവിടെയാണ്. A is the nearest neighbor of F and G. ഓക്കെ, എഫിന്റെയും ജിയുടെയും സിയുടെയും നിയറസ്റ്റ് നൈബർ ആണ് ആരെന്ന് പറയണത്, എഫിന്റെയും ഇയുടെയും. ഓക്കെ, ഈസ് ദ നിയറസ്റ്റ് നൈബർ ഓഫ് ഇ ആൻഡ് എഫ് ആണ്. സോറി, എനിക്ക് ഇവിടെ റെക്കോർഡിങ്ങിന്റെ ഒരു ചെറിയ മാർക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്, അത് കാരണം എനിക്കത് കാണാത്തോണ്ടാണ് കേട്ടോ ഒരു കൺഫ്യൂഷൻ അടിച്ചത്. ഓക്കെ, അപ്പം എ ഈസ് ദ നിയറസ്റ്റ് നൈബർ ഓഫ് ഇ ആൻഡ് സി ആണ്. ഇയുടെയും സിയുടെയും നൈബർ ആണ് എ എന്ന് പറയുന്നത്. അപ്പൊ എ എവിടെ വരണം, എ ഏതേലും രണ്ടെണ്ണത്തിന്റെ സെന്ററിലായിട്ടാണ് വരേണ്ടത്. അപ്പോൾ അതിപ്പോ സെന്ററിൽ വരാൻ പാകത്തിന് ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലെ. അപ്പൊ ഇ എന്നും സി എന്നും കൊടുത്തിട്ട് നമുക്ക് ഇവിടെ എ എന്നും കൊടുക്കാം. ഓക്കെ, ഇ സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ്. ഈ എഫിന്റെ ലെഫ്റ്റ് സൈഡിലെ സെക്കൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇത് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് സിയുടെയും ഇയുടെയും പൊസിഷൻ പ്രോപ്പർ ആയിട്ട് കിട്ടും. ഓക്കെ, എഫിന്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കേ വരുള്ളൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അത് ഓക്കെ. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ബി? ബിയുടെ എവിടെയാണ് എഫ് ഇരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിയുടെ ഇമീഡിയറ്റ്
ലെഫ്റ്റിലാണ് ആരിയിരിക്കുന്നത്, എഫ് ഇരിക്കുന്നത്. ബിയുടെ ഇമീഡിയറ്റ് ലെഫ്റ്റിലാണ് എഫ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും സമയം എടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്, ഇത്രയും സമയമൊന്നും ആവശ്യം വരില്ല, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്തത് x(346:9:y). നമ്മളിവിടെ എക്സും വൈ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോ എന്തായിരിക്കും ഇവിടെ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്താ അറിയോ ചെയ്യേണ്ടത്, ഇത് ലോജിക് ആണ്. ഓക്കെ, ലോജിക് യൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഏതേലൊക്കെ റിലേറ്റഡ് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഞാനിപ്പോ കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കണില്ല. 346 - 3 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക, 343 എന്നാണ് വരിക. അതെന്താണ്, 7³ ആണ്. അപ്പോ എക്സ് നമുക്ക് എന്താണ് 7 ആയിട്ട് എടുക്കാം. ഇനി ഇവിടെ നോക്കിയേ, 9³ പ്ലസ് 3 ആണ് വരേണ്ടത്. 9³ എന്ന് പറഞ്ഞാൽ എന്താണ്, 729 ആണ്. പ്ലസ് 3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, 732. നോക്ക്, x is equal to 7 എന്നും y is equal to 732 എന്നുമാണ് നമുക്ക് വന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ജെഇക്കോ RPF-നോ അല്ലെങ്കിൽ എന്താണ് NTPC-ക്കോ ടെക്നീഷ്യനോ ഒക്കെ ഇങ്ങനത്തെ പാറ്റേൺ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Which two numbers should be interchanged to make the given equation correct? അപ്പൊ ഞാനിപ്പോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം നോക്കി നിൽക്കുന്നില്ല, ആൻസർ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇന്റർചേഞ്ച് ചെയ്തിട്ട് യൂണിറ്റ് ഡിജിറ്റ്സിന്റെ മാത്രം ഇവിടുത്തെ ഓപ്പറേഷൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, യൂണിറ്റ് ഡിജിറ്റ്സിന്റെ ഓപ്പറേഷൻസ് മാത്രം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, യൂണിറ്റ് ഡിജിറ്റ് കിട്ടും. ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളത് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ ഇവിടെ 5 ആണെങ്കിൽ 1 × 5 5 വരുന്നുണ്ട്. 84/7 ചെയ്ത് നോക്കുക. ദെൻ എന്ത് ചെയ്യുക, അത് അങ്ങനെ ചെയ്ത് വന്നിട്ട് യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് 84 and 42 ആണ് വരിക. നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. 21 × 4 എന്ന് പറയുമ്പോൾ എത്ര വരും, 84 എന്ന് വരും. 84 പ്ലസ് 84 പകരം 42 ആണ്. 42/7 എന്ന് പറയുമ്പോൾ 6 ആണ്. ഇൻറ്റു 2 മൈനസ് 15 × 5 എന്ന് പറഞ്ഞാൽ 75 ആണ്. പ്ലസ് 84. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ എന്ത് വരും, 4 പ്ലസ് 6 × 2 12 ആണ്. 4 + 2 മൈനസ് ഇവിടെ എന്ത് വരും, 5 + 4. ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. 4 + 2 എന്താണ് 6, 6 - 5 എന്താ 1, 1 + 4 5. യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ എന്താണ്, 84 and 42 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് ഇങ്ങനെ യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത് BEVFIRJMNNONQJRUF. എന്താണ് ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കാം അല്ലെ. ബി കഴിഞ്ഞ് CDE കഴിഞ്ഞിട്ടാണ് എഫ് വരുന്നത്. GHI കഴിഞ്ഞ് J, KLM കഴിഞ്ഞ് N, OPQ കഴിഞ്ഞ് R. അപ്പൊ അടുത്തത് എന്തായിരിക്കും, RSTU കഴിഞ്ഞ് V ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് V കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ ആൻസർ മാർക്ക് ചെയ്യാം V/B എന്ന്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കിയും കൂടെ നോക്കാം. ബാക്കിയും സെയിം മെത്തേഡ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടൈം സേവ് ചെയ്യേണ്ടത്. കാണുന്ന ആൻസേഴ്സ് പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ, അടുത്തത് ഇതിന്ന് ഓഡ് വൺ ഔട്ടാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഇവര് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നൊന്ന് നോക്കുക. ഇവര് തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കിക്കോ, H കഴിഞ്ഞ് HIJKL. ഓക്കെ, ദെൻ Hന്റെ ഫ്രണ്ടിലേക്ക് 3 എണ്ണം കഴിഞ്ഞിട്ടാണ് L വരുന്നത്. Hന്റെ ബാക്കിലേക്ക് GF, ബാക്കിലേക്ക് 2 എണ്ണം പോകുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, E വരുന്നത്. ഇതാണ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇനി S കഴിഞ്ഞാല് STUV. 2 എണ്ണം കഴിഞ്ഞതും നമുക്ക് എന്ത് വന്നു, V വന്നു അല്ലെ. എസിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് വരണം, QRP.
ഓക്കെ, അല്ല ക്യു ആർ. ഓക്കെ, ആർ ക്യു പി. മുന്നിലേക്കും ഫ്രണ്ടിലേക്കും രണ്ടെണ്ണേ വന്നിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം ഇതാണോ കറക്റ്റ് എന്ന് നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ നമുക്ക് അടുത്തത് കൂടെ ചെയ്തു നോക്കാം. ജെ എഫ് ഇട്ടു, എഫിന്റെ ഫ്രണ്ടിലേക്ക് എഫ് ജി എച്ച് ഐ ജെ. അപ്പൊ ഇതാവാനാണ് സാധ്യത അല്ലെ. എഫിന്റെ പുറകിലേക്ക് എത്ര വരണം? ഇ ഡി സി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇതാണ് പ്രോപ്പർ പാറ്റേൺ. ഓഡ് വൺ ഔട്ട് എന്താണ്? SVP ആണ് ഓഡ് വൺ ഔട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? SVP ആണ് നമുക്ക് എന്ത് വരുന്നത്? ഓഡ് വൺ ഔട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾ ഫിഷസ് ആർ ബേർഡ്സ്. എല്ലാ ഫിഷും എന്താണ്? ബേർഡ്സ് ആണ് അല്ലെ. ഇനി എല്ലാ ബേർഡ്സും എന്താണ്? അനിമൽസ് ആണ്. ഓക്കെ, ഓൾ അനിമൽസ് ആർ ഫിഷസ് അല്ല അല്ലെ. എല്ലാ അനിമൽസും ഫിഷ് അല്ല. സം ബേർഡ്സ് ആർ ഫിഷസ്. ചില ബേർഡ്സ് ഫിഷ് ആണ്. അപ്പൊ എന്താണ്? കൺക്ലൂഷൻ 2 മാത്രമാണ് ഫോളോ ചെയ്യണത്. ഓക്കെ, അടുത്തത് how many such symbols are there in the given series, each of which is immediately preceded by an even number and also immediately succeeded by an even number. അതായത് ഇത്രയേ ഉള്ളൂ, രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ ഇടയിൽ നിൽക്കുന്ന എത്ര സിമ്പിൾസ് ഉണ്ട് എന്നാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം നമ്പർ നോക്കുക. ഇവിടെ നമ്പർ, ഇപ്പുറത്തെ നമ്പർ ഒന്നുമില്ല, അപ്പൊ അത് വേണ്ട. ഇവിടെ ആണെങ്കിലും ഇത് രണ്ടെണ്ണം അല്ല ആ സിമ്പിൾ എന്ന് മനസ്സിലായി. ഈ രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ ഇടയിൽ സിമ്പിൾ ഇല്ല. ഇവിടെ രണ്ട് സിമ്പിളിന്റെ ഇടയിൽ ഈവൻ നമ്പേഴ്സ് ഒന്നുമില്ല. ഈ ഒരെണ്ണത്തിന്റെ രണ്ട് സൈഡിലുള്ളതും എന്താണ്? ഓഡ് നമ്പർ ആണ്. ഈ സിമ്പിളിന്റെ രണ്ട് സൈഡിലുള്ളതും ഓഡ് നമ്പർ ആണ്. ഈ സിമ്പിളിന്റെ രണ്ട് സൈഡിൽ ഒരു സൈഡ് ഓഡ് നമ്പറും ഒരു സൈഡ് ഈവൻ നമ്പറും ആണ്. ഇതാ സിമ്പിളിന്റെ രണ്ട് സൈഡും എന്താണ്? ഈവൻ നമ്പർ ആണ്. സോ ഒരു സിമ്പിൾ ആണ് ഉള്ളത്. ആ സിമ്പിൾ ഏതാണ്? ഇതാണ് ആ സിമ്പിൾ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. 7 ബോക്സസ് A B C D E F and G are placed one above the other but not necessarily in the same order. Okay, ബോക്സ് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ബോക്സ് വെച്ചിരിക്കുകയാണ്. എത്ര ബോക്സ് ഉണ്ട്? 1 2 3 4 5 6 7. 7 ബോക്സ് ആണുള്ളത്. 1 2 3 4 5 6 and 7. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? D is placed third from the bottom. ബോട്ടത്തിൽ നിന്ന് മൂന്നാമതായിട്ടാണ് ആരിയ്ക്കുന്നത്? D ഇരിക്കുന്നത്. ഓക്കെ, ഇനി only one box is placed between F and A. എഫിന്റെയും എയുടെയും ഇടയിൽ ഒരു ബോക്സേ ഉള്ളൂ, അത് അവിടെ ഇരിക്കട്ടെ. Only 3 boxes are placed between G and E. ജിയുടെയും ഇയുടെയും ഇടയിൽ എത്ര ബോക്സ് ആണ് ഉള്ളത്? 3 ബോക്സ് ആണ് ഉള്ളത്. അപ്പൊ നോക്കിക്കേ, ജി ഇവിടെയും ഈ ഇവിടെയും വെക്കാൻ പാടില്ല, കാരണം ഇവിടെയാണ് 3 ബോക്സ് വരുന്നത്. നമുക്ക് 3 ബോക്സ് ഇടയിൽ വരുന്ന പാറ്റേണിൽ വേണം ജിയും ഇയും പ്ലേസ് ചെയ്യാനായിട്ട്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതാ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈസ് പ്ലേസ്ഡ് വൺ ഓഫ് ദ പ്ലേസസ് എബൌട്ട് ഡി. ഡിയുടെ മേലെയാണ് ഇ വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇയുടെയും ജിയുടെയും ഇടയിൽ 3 ബോക്സും വേണം. ഡിയുടെ മേലെ ആയിരിക്കണം ഇ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സിമ്പിൾ ആയിട്ട് ജീനെ ഇവിടെ എഴുതാം. 1 2 3 കഴിഞ്ഞിട്ട് ഇവിടെ ഇയും എഴുതി വെക്കാം. അപ്പൊ എന്തായി? ഇടയിൽ 3 ബോക്സും ഉണ്ട്. ഡിയുടെ മേലെയാണ് ഇ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാം? നമുക്ക് അടുത്തത് നോക്കാം. only 3 boxes. Okay, B is placed just above F. എഫിന്റെ തൊട്ടു മേലെയാണ് ആരിയ്ക്കുന്നത്? ബി ഇരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പൊ മേലേക്ക് സ്ഥലമുള്ളത് ഇവിടെ മാത്രമാണ്. അപ്പൊ ബി ഇവിടെ ഇരിക്കട്ടെ. എഫിന്റെയും എയുടെയും ഇടയിൽ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എ ഇവിടെയും ഇരിക്കട്ടെ. ഇനി ബാലൻസ് ഉള്ളത് ഒരു സി ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇയുടെയും സിയുടെയും ഇടയിൽ എത്ര ബോക്സ് ഉണ്ട് എന്നാണ്. ഇയുടെയും സിയുടെയും ഇടയിൽ എത്ര ബോക്സ് ആണ് ഉള്ളത്? 2 ബോക്സ് ആണ് ഉള്ളത്. ഓക്കെ, 2 ബോക്സ് ആണ് ഇയുടെയും സിയുടെയും ഇടയിലുള്ളത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് A plus B means A brother of B. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? P മൈനസ് Q ആണ്. A മൈനസ് B എന്ന് പറഞ്ഞാൽ A is the son of B. അപ്പൊ എന്താണ്? P is the son of Q. അപ്പൊ Q ആണ് പാരന്റ്, P എന്താണ്? സൺ ആണ് അല്ലെ. P സൺ ആണ്, Q പാരന്റ് ആണ്. ഓക്കെ, അച്ഛനാണോ അമ്മയാണോ നമുക്ക് വരുന്ന വഴി നോക്കാം. Q പ്ലസ് ആർ. പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ Q is the brother of R. അപ്പൊ Q ആരാണ്? മെയിൽ ആണെന്ന് മനസ്സിലായി അല്ലെ. ആരുടെ ബ്രദർ ആണ് Q? ആറിന്റെ ബ്രദർ ആണ് Q എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇൻറ്റു എസ്. അപ്പൊ എന്താണ്? ആർ ഈസ് വൈഫ് ഓഫ് ബി. അപ്പൊ ആറ് സിസ്റ്റർ ആണെന്ന് മനസ്സിലായി. ആരുടെ വൈഫാണ്? എസിന്റെ വൈഫാണ് ആറ്. ആറ് ഫീമെയിൽ ആണെന്ന് മനസ്സിലായി. എസ്
മെയിൽ ആണെന്ന് മനസ്സിലായി. അടുത്ത എന്താണ്? എസ് ഇസ് ദ ഫാദർ ഓഫ് ടി. എസ് എന്താണ്? ആരുടെ ഫാദർ ആണ്? ടിയുടെ ഫാദർ ആണ് എസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്യൂവും എസും തമ്മിലുള്ള റിലേഷൻ ആണ്. എസിന്റെ ഭാര്യയാണ് ആറ്, ആറിന്റെ ബ്രദർ ആണ് ക്യൂ. അപ്പൊ എന്താണ്? വൈഫ്സ് ബ്രദർ. ക്യൂ ഇസ് ദ ബ്രദർ ഓഫ് എസ് വൈഫ്. എസിന്റെ ഭാര്യയുടെ ബ്രദർ ആണ് ക്യൂ. ഓക്കെ, അടുത്തത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇത് കാണുമ്പോൾ നമ്മൾ മെനക്കെട്ടിരുന്ന് കൗണ്ട് ചെയ്യാൻ നോക്കും. കൗണ്ട് ചെയ്യേണ്ട മെത്തേഡ് അല്ല ഇവിടെ ഉള്ളത്. ഞാനിത് കാണിച്ചു തരാം. ഞാനും കുറച്ച് ഒന്ന് കൺഫ്യൂഷൻ അടിച്ചു കേട്ടോ. ഇത് സോൾവ് ചെയ്യുന്ന ടൈമില് ഞാനും ഒന്ന് ആലോചിച്ചു ഇതെന്താണ് എന്നുള്ള കാര്യം. പിന്നെയാണ് എനിക്ക് ആ ഐഡിയ കിട്ടിയത്. നമ്മളോട് ഇ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്ക്, രണ്ടിടത്തും എന്തുണ്ട്? ആർ ഉണ്ട്, ഒ ഉണ്ട്, എം ഉണ്ട് അല്ലെ? ഇ ആൻഡ് എഫ് ആണ് ഡിഫറെന്റ്. ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? 4 is കോമൺ, then 3 കോമൺ ആണ്, 5 കോമൺ ആണ്. അപ്പൊ ഇവിടെ എന്തായി? എഫ് ഈക്വൽ ടു 9 എന്നായിരിക്കും, ഒ ഈക്വൽ ടു 1 എന്നും ആയിരിക്കും. അല്ല സോറി, ഇ ഈക്വൽ ടു 1 എന്നും ആയിരിക്കും. അപ്പൊ ഇയുടെ കോഡ് എന്താണ്? 1 ആണ്. ഓക്കെ, അത് പ്രോപ്പർ ആയിട്ട് താഴേക്ക് എന്നല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ആ തന്നിരിക്കുന്ന നമ്പേഴ്സിനെയും ലെറ്റേഴ്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് അവിടെ ബാലൻസ് വരുന്നത് ഏതാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്തത് ZX is related to AC in a certain way in the same way is. ഈസി ആണ് അല്ലെ? എന്താണ്? Z 26 ആണ്, A എന്താണ്? 1 ആണ്. ഇനി X എന്താണ്? 24 ആണ്, C 3 ആണ്. ഇങ്ങനെ ഓപ്പോസിറ്റ് വരുന്നതാണ് അല്ലെ ഇവര്. സെയിം മെത്തേഡ് ആണ്. യുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് എഫ്, എസിന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് എച്ച്. അങ്ങനെയാണെങ്കിൽ പി എൻ എന്തായിരിക്കും? പിയുടെ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്? കെ ആണ് വരുന്നത്. എന്നിന്റെ ഓപ്പോസിറ്റ് വരുന്നത് എം ആണ്. സോ കെ എം ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ABCDയുടെ ആൽഫബറ്റിക്സ് വിത്ത് നമ്പർ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കണം. അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും നമ്പർ എഴുതിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇത് അധികം സമയം കളയാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി DFH. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യേണ്ടത്? ഡി കഴിഞ്ഞ് നോക്കിക്കോ, ഡിയുടെ ഫ്രണ്ടിലേക്ക് ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ. ഓക്കെ, 6 നമ്പേഴ്സ് കഴിഞ്ഞ് ഏഴാമതാണ് കെ വരുന്നത്. കെ കഴിഞ്ഞിട്ട് നോക്കിക്കോ, എൽ, എം, എൻ, ഒ, പി, ക്യു, ആർ ആണ് വരുന്നത്. അപ്പൊ മെത്തേഡ് മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ മാത്രം ചെയ്താൽ പോരെ? അത് തന്നെയാണ് എഫും എച്ചും വരുന്നത്. അപ്പൊ നമുക്ക് ലാസ്റ്റ് നോക്കാം. വൈ കഴിഞ്ഞ് ബാക്കിലേക്ക് സെഡ്, എ, ബി, സി, ഡി, ഇ കഴിഞ്ഞ് എഫ് ആണ് വരുന്നത് അല്ലെ? അപ്പൊ എഫ് ഉള്ള രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഇത് രണ്ടും അല്ല എന്ന് മനസ്സിലായി. ഇനി എഫ് കഴിഞ്ഞ് എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ എന്താ? എൽ, സോറി എഫ് കഴിഞ്ഞ് അടുത്തത് എ ആണ്. എ കഴിഞ്ഞ് ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ? എഫ്, എച്ച്, ജെ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അടുത്തത് നമ്മളോട് എന്താ പറഞ്ഞിരിക്കണേ? 7 persons B, C, D, E, F, G and K are sitting in a straight row facing north. നോർത്തിലേക്ക് നോക്കിയിട്ട് എത്ര പേര് ഇരിക്കുന്നുണ്ട്? 6 പേര് ഇരിക്കുന്നുണ്ട്. 1 2 3 4 5 6 7 7 പേര് നോർത്തിലേക്ക് ഫേസ് ചെയ്ത് അങ്ങോട്ട് നോക്കിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ ഇത് റൈറ്റും ഇത് ലെഫ്റ്റും ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യണം? ഓൺലി 3 persons are sitting to the left of B. ബിയുടെ ലെഫ്റ്റിലും 3 പേരേ ഉള്ളൂ. അപ്പൊ ബി എന്താണ്? ഇവിടെയാണ്. ഓൺലി കെ ഈസ് സിറ്റിംഗ് ടു ദ റൈറ്റ് ഓഫ് ജി. ജിയുടെ റൈറ്റില് കെ മാത്രമേ ഉള്ളൂ. അപ്പൊ ജി ഇവിടെയാണ്. ജിയുടെ റൈറ്റില് കെ ഇരിക്കുന്നുണ്ട്. ഓൺലി 3 persons are sitting between G and D. ജിയുടെയും ഡിയുടെയും ഇടയിലും 3 പേരാണുള്ളത്. അപ്പൊ ഡി ഇവിടെയാണ്. C is sitting somewhere to the left of F but somewhere to the right of E. ഇയുടെ റൈറ്റിലായിട്ടും എഫിന്റെ ലെഫ്റ്റിലായിട്ടുമാണ് ആരിയ്ക്കുന്നത്? സി ഇരിക്കുന്നത്. അപ്പോൾ ഇയുടെ റൈറ്റും എഫിന്റെ ലെഫ്റ്റും. അങ്ങനെയാണെങ്കിൽ
ഇ ഇവിടെയും വരും, എഫ് ഇവിടെയും വരും, സി എവിടെയാ വരിക? ഇവിടെയാണ് വരിക. ഓക്കെ, അപ്പൊ എന്താ? ഇയുടെ റൈറ്റുമാണ്, എഫിന്റെ ലെഫ്റ്റുമാണ്. ഹൗ മെനി പേഴ്സൺസ് ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ഇ ആൻഡ് എഫ്? ഇയുടെയും എഫിന്റെയും ഇടയിൽ എത്ര ആൾക്കാരായിരിക്കുന്നത്? 3 പേരാണ് ഇയുടെയും എഫിന്റെയും ഇടയിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ എക്സാം കഴിഞ്ഞ അന്ന് തന്നെ ഒരു അനാലിസിസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് കൂടുതലായിട്ട് ചോദിച്ചത് എന്നുള്ള കാര്യം. ഓക്കെ, if each vowel of the word realism is replaced by its next letter in the English alphabetical order and each consonant is replaced by its next letter in the English alphabetic order and then arranged in the reversed alphabetical order. ഒന്നുമില്ല, വവൽസ് കൺസണൻസ് എന്ന് വെറുതെ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് എന്ത് തന്നെയാണ് ചെയ്യേണ്ടത്? അടുത്ത ലെറ്റർ എഴുതുക, എന്നിട്ട് അതിനെ ഒന്ന് റിവേഴ്സ് ചെയ്തെടുക്കണം. ഓക്കെ, R S E F A B L M I J S T M N. ഇത് എന്ത് ചെയ്യണം? ആൽഫബറ്റിക് ഓർഡറിന്റെ റിവേഴ്സിൽ കൊടുക്കണം അല്ലെ? എ ബി, ബി ഇവിടെ ഉണ്ട്, സി ഡി ഇ എഫ് ഉണ്ട്, ജി എച്ച് ഐ ജെ ഉണ്ട്, കെ എൽ എം ഉണ്ട്, എൻ ഉണ്ട്, ഒ പി ക്യു ആർ എസ് ഉണ്ട്, ടി ഉണ്ട്. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഫോർത്ത് ഫ്രം ദ ലെഫ്റ്റ്, ലെഫ്റ്റിൽ നിന്നും നാലാമത്തെ. 1 2 3 4. നമ്മുടെ ആൻസർ എന്താണ്? എം ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 26, 78, 36, 108, 66, 198. ഇത് കുറച്ച് എന്നെ കുഴപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കാര്യം പറഞ്ഞുതരാം. കണക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, 26 into 3 ആണ് 78. 26 plus 10 ആണ് 36. ഓക്കെ, ഇനി 36 into 3 ആണ് 108. 36 plus 30 ആണ് 66. അതായത് 10 into 3 30. ഇനി 66 into 3 108 ആണ്. ചാടി കയറി ഇവിടെ എന്ത് ചെയ്യരുത്? 66 plus 50 അല്ല, 66 plus 90 ആണ്. ദാറ്റ് മീൻസ് 30 into 3 ആണ് ചെയ്യേണ്ടത്. 66 plus 90 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ 156 ആണ് അടുത്ത നമ്പർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് കുറച്ചധികം നേരം ഞാൻ ഒന്ന് വട്ടം കറങ്ങിയിട്ടാണ് എനിക്ക് ആൻസർ കിട്ടിയത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് എന്ന് വെച്ചാൽ ഇത് സിമ്പിൾ ആണ്, ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ഓക്കെ, അപ്പൊ എഫിന്റെ ഓപ്പോസിറ്റ് ആണ് യു, ഐയുടെ ഓപ്പോസിറ്റ് ആർ, അങ്ങനെയാ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ഓപ്പോസിറ്റ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ? എസിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ്? എച്ച് ആണ്. ഓക്കെ, അപ്പൊ എസിന്റെ ഓപ്പോസിറ്റ് വേർഡ് എച്ച് ആണ്. എയുടെ സെഡ് ആണ്. ഐയുടെ എന്താണ്? ആർ ആണ്. ഡിയുടെ എന്താ? ഡബ്ല്യു ആണ് വരണ്ടേ അല്ലെ? ഡിയുടെ എന്താണ്? ഡബ്ല്യു ആണ് വരണ്ടേ. സോ ഇത് തെറ്റാണ്. അടുത്തത് എച്ചിൻ്റെത് എസ് ആണ്, ഇയുടേത് വി ആണ്, ആറിൻ്റെത് ഐ ആണ്, ഓ എന്താ വരേണ്ടത്? ഓ എൽ ആണ് വരുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. നമ്മുടെ ആൻസർ ഇതാണ്. ഓക്കെ, ആൻസർ വരുന്നത് ഇതാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത ലെറ്റേഴ്സ് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തത് ഇതിൽ നിന്നും ഓഡ് വൺ ഔട്ട് ആണ് നമ്മളോട് നോക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ. ഓക്കെ, അടുത്തത് നോക്കാം. കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ്. അപ്പൊ നമുക്ക് ഇതിൽ ഇതാണോ എന്ന് അറിയണമെങ്കിൽ അടുത്ത ഒരെണ്ണം കൂടെ ചെയ്തു നോക്കണം അല്ലേ? ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം. അപ്പൊ എന്താണ്? ഇത് രണ്ടെണ്ണാണ് കറക്റ്റ്. ഓഡ് വൺ ഔട്ട് ആർ യു വൈ ആണ് ഓഡ് വൺ ഔട്ട് വരുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്തിരുന്ന് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വേഗം തന്നെ ആൻസർ മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ടൈം പോകുന്നത് കണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം എന്താണ്, നമുക്ക് ഞാൻ ഇവിടെ ഇത് പറഞ്ഞു തന്ന് അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് വരാവുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് ക്വസ്റ്റ്യൻ വായിച്ച് ഒക്കെ പോകുന്നത് കൊണ്ടാണ് ഇത്രയും സമയമാവണത്. നിങ്ങൾക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ണുകൊണ്ട് ഓടിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാം.
ഓക്കെ ഓക്കെ അടുത്തത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം അല്ലെ. ഇഫ് I മീൻസ് പ്ലസ്, അപ്പൊ പ്ലസ് 3 ഇൻറ്റു ജെ എന്താണ് ഇൻറ്റു ആണ്, 3 ഇൻറ്റു 4 എൽ എന്താ മൈനസ് ആണ്, 16k ഡിവിഷൻ ആണ്, 16 ഡിവൈഡഡ് ബൈ 2 എൽ പ്ലസ് ഐ പ്ലസ് ആണ് പ്ലസ് 11 ആൻസർ ആണ് നോക്കണ്ടേ അല്ലെ. 38 പ്ലസ് 12 മൈനസ് 8 പ്ലസ് 11, 38 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ എന്താ വരിക 50 ആണ് വരിക. 50 പ്ലസ് 11 മൈനസ് 8, 61 മൈനസ് 8 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും 53 എന്നാണ് നമ്മുടെ ആൻസർ വരിക. 53 ആണ് ആൻസർ വരുന്നത്. ഓക്കെ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സിംപ്ലിഫിക്കേഷൻ ജസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. Brinda starts from a point A and travels 19 km towards west. Brinda A പോയിന്റിൽ നിന്ന് വെസ്റ്റിലേക്ക് 19 കിലോമീറ്റർ പോയി. Then she takes a left turn. ഇങ്ങനെ പോയിട്ട് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇങ്ങോട്ടേക്കായിരിക്കും 22 കിലോമീറ്റർ വന്നു. എഗെയിൻ ഒരു ലെഫ്റ്റിലേക്ക് പോയിട്ട് എത്ര പോയി 25 കിലോമീറ്റർ പോയി. and takes a left turn and travels 22 kilometer and stops at point P. സെയിം ഡിസ്റ്റൻസ് തന്നെ ഇവിടെ ട്രാവൽ ചെയ്തു അല്ലെ. ഇനി എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ ഏത് ഡയറക്ഷനിലേക്ക് പോകണം, വെസ്റ്റിലേക്കാണ് പോവേണ്ടത്. 25 മൈനസ് 19 എന്ന് പറഞ്ഞാൽ എത്രയാണ് 6 ആണ്. അപ്പൊ എന്താണ് 6 കിലോമീറ്റർ ടുവാർഡ്സ് വെസ്റ്റ് ആണ്. ഇനി പോയിന്റ് എയിലേക്ക് എത്താനായിട്ട് ആര് ട്രാവൽ ചെയ്യേണ്ടത്, ബൃന്ദ ട്രാവൽ ചെയ്യേണ്ടത്. ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ്, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. നമ്പ് എന്നുള്ളത് എങ്ങനെയാണ് 4618 എന്നാണ് കൊടുത്തിരിക്കണേ. ഓക്കെ 46 ബണ്ട് എന്നുള്ളത് എങ്ങനെയാ കൊടുത്തിരിക്കണേ 6438 എന്നാ കൊടുത്തിരിക്കണേ. ടി ആണ് ചോദിച്ചിരിക്കണേ. എവിടെ എന്തുണ്ട് ബി ഉണ്ട്, യു ഉണ്ട്, എൻ ഉണ്ട്. യു എൻ നമ്പേഴ്സ് ഏതൊക്കെയാ 4 കോമൺ ആണ്, 6 കോമൺ ആണ്, ഓൾസോ 8 കോമൺ ആണ്. നമ്മളോട് ടിയുടെ വാല്യൂ ചോദിച്ചിരിക്കുന്നത്. ടിയുടെ വാല്യൂ 3 ആണ്. ടിയുടെ വാല്യൂ 3 ആണ് വരുന്നത്. ഓക്കെ അടുത്തത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾ പ്ലാന്റ്സ് ആർ റൈനോസേഴ്സ്. എല്ലാ പ്ലാന്റ്സും റൈനോസേഴ്സ് ആണ്. എല്ലാ പ്ലാന്റ്സും എന്താണ് ആനിമൽസും ആണ്. ഓക്കെ ഇനി all rhinoceros are plants. എല്ലാ റൈനോസേഴ്സും പ്ലാന്റ്സ് അല്ല അല്ലെ. സം ആനിമൽസ് ആർ റൈനോസേഴ്സ്. ചില ആനിമൽസ് മേ ബി റൈനോസർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ഓക്കെ അടുത്തത് long queues were observed outside electricity bill payments on a city X on 14th June. 2023 ജൂൺ 14th ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യാനായിട്ട് ഒരുപാട് ക്യൂ കണ്ടു. അപ്പൊ അതിന്റെ റീസൺ എന്തായിരിക്കാം, ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ പേയ്മെന്റ് ഓഫ് ഇലക്ട്രിസിറ്റി ബിൽ ഇൻ സിറ്റി എക്സ് ഇസ് 15th ഓഫ് എവറി മന്ത്. ഓക്കെ അത് ആവാൻ ചാൻസ് ഉണ്ട്. 15th ആയതുകൊണ്ട് മേ ബി 14th നിറയെ ആൾക്കാർ വന്നതായിരിക്കാം. മെനി പീപ്പിൾ വർ നോട്ട് ഏബിൾ ടു പേ ഇലക്ട്രിസിറ്റി ബിൽസ് ഓൺലൈൻ ഡ്യൂ ടു സെർവർ ഫെയിലിയർ ഇൻ ജൂൺ 2023. ജൂണില് സെർവർ ഫെയിലിയർ വന്നത് കൊണ്ട് കുറെ പേർക്ക് ഇലക്ട്രിസിറ്റി ബിൽസ് പേ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ ഡയറക്റ്റ് വന്നതും ആവാം. അപ്പൊ എന്താണ് രണ്ട് കൺക്ലൂഷനും ലോജിക്കലി കറക്റ്റ് ആണ്. ഓക്കെ അടുത്തത് UPTQ is related to OJNK. ഓക്കെ അപ്പൊ യു എന്താ വരുന്നത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് നോക്കാം അല്ലെ. യുടെ പുറകിലേക്കാണ്. ഓക്കെ യുടെ പുറകിലേക്ക് നമുക്ക് എന്ത് വേണം TSRQP കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് O വരുന്നത്. ഓക്കെ then പിയുടെ പുറകിലേക്ക് എന്താ വരണേ ONML K കഴിഞ്ഞ് എന്ത് വരുന്നുണ്ട് J വരുന്നുണ്ട്. അപ്പൊ 5 letters പുറകിലേക്ക് പോയിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യം നോക്കാം. Nന്റെ പുറകിലേക്ക് 5 എണ്ണം വരണം. Nന്റെ പുറകിലേക്ക് MLKJIH. ഓക്കെ അപ്പൊ H ആണ് ഫസ്റ്റ് ലെറ്റർ. സോ ഇത് രണ്ടെണ്ണം അല്ല എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. ഇനി I ആണ്. ഐയുടെ പുറകിലേക്ക് എന്താ വരണേ HGFED.
അപ്പൊ എന്താണ് സി ആണ് വരുന്നത്, രണ്ടും എച്ച് സി ആണ്. അടുത്തത് എം ആണ്, എമ്മിന്റെ പുറകിലേക്ക് എൽ കെ ജെ ഐ എച്ച്, എച്ച് കഴിഞ്ഞാൽ എന്താ വരുന്നത് ജി ആണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ എച്ച് സി ജി ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നവംബർ 25 ഫസ്റ്റ് ഷിഫ്റ്റിൽ ALPയിൽ റീസണിങ്ങിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് വലിയ പാടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല, രണ്ടെണ്ണമൊക്കെ ന്യൂമറിക്കൽ പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ. നമുക്ക് ഇൻ കേസ് ഇനി കിട്ടാതെ പോയാലും ശരിയെന്ന് പറഞ്ഞ് വിടേണ്ട രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളൂ. ബാക്കി എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്ത് ഒരു 20 എബോവ് എന്തായാലും റീസണിങ്ങിൽ കിട്ടും എന്ന് കൺഫേം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ALP ഫസ്റ്റ് ഷിഫ്റ്റിലുള്ളത്. എനിക്ക് ഉറപ്പുണ്ട് ഇനി ബാക്കിയുള്ള ഷിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം എന്ത് തന്നെയായിരിക്കും, ഈ ഒരു ലെവലിൽ തന്നെ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഇതുപോലത്തെ പ്രോബ്ലംസ് നമ്മൾ ഇനിയും ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് ഒരു 300 എബോവ് 375 ക്വസ്റ്റ്യൻസോളം റീസണിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇനി വരുന്ന RRB SSC എക്സാംസ് എല്ലാം തന്നെ റീസണിങ് നമുക്ക് കൺഫേം ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. ഓക്കെ, അപ്പൊ ഞാനാണ് അതിന് ഗ്യാരണ്ടി. നിങ്ങൾക്ക് അങ്ങനെ റീസണിങ്ങിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ RRB SSC എക്സാംസിനായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ചാനലാണ്. എൻ്റെ പേര് കീർത്തി എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് കാണുന്ന വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.